വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് വീണ്ടും സ്വാഗതം. AD 345 മെസൊപ്പൊട്ടേമിയയിൽ നിന്നും ന്യായത്വമൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂര് ഇറങ്ങിയ ഒരു സമൂഹം ഇന്ന് വളർച്ചയിലും തനിമയിലും ഇന്ന് മറ്റ് സഭകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇന്ന് ജ്ഞാനായ സഭ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു പന്തലിച്ച് അതിശക്തമായ ഒരു സമൂഹമായി, ഒരു സമുദായമായി മാറിക്കഴിഞ്ഞു. അവരുടെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഭിവന്ദ്യ പിതാവെ, അങ്ങേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ സാമുദായിക ബോധം, നേരത്തെ വളരെ ശക്തമായ സാമുദായിക ബോധമുള്ള ഒരു നിര നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാമുദായിക ബോധമുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ ചരിത്രം, ജ്ഞാനായ സഭയുടെ എത്രയോ സംഭവ ബഹുലമാണ്. AD 345 ജ്ഞായത്വമൻ്റെ നേതൃത്വത്തിൽ മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ഇവിടെ എത്തിയത് മുതലുള്ള ചരിത്രങ്ങൾ. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചൂളപ്പറമ്പിൽ പിതാവിൻ്റെയും പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ മലബാറിലേക്കുള്ള കുടി 1941 രാജപുരത്തേക്ക് വന്നു. അതിനുശേഷം മടമ്പത്ത് വന്നു. അങ്ങനെ ഒരു വലിയൊരു അത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ ആളുകളെ കൊണ്ടുവന്നു. അവരുടെ കൂടെ നിന്ന ഒരു ചരിത്രം, അല്ലെങ്കിൽ ഓരോ പള്ളിക്കും, ഓരോ മടമ്പ പള്ളി ആയിക്കോട്ടെ, അലക്സാണ്ടർ പള്ളി, ഏത് പള്ളി എടുത്തോട്ടെ, ഓരോ പള്ളിയും നിർമ്മിച്ചത്, ആ പ്രദേശത്തിൻ്റെ റോഡുകൾ നിർമ്മിച്ചത്, പാലങ്ങൾ നിർമ്മിച്ചത്, ആ പ്രദേശത്തിൻ്റെ സ്കൂളുകൾ നിർമ്മിച്ചത്, അങ്ങനെ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ പടർന്ന വലിയൊരു ചരിത്ര പാരമ്പര്യം നമ്മുടെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സഭയോടുള്ള സ്നേഹം, വൈദികരോടുള്ള സ്നേഹം, ആത്മായ നേതാക്കളുള്ള സ്നേഹം അവർക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ AD 345 ഒരു സഭാ കൂട്ടായ്മയായി ഗ്നായിത്തോമായുടെയും ഉറഹാമാർ യോസേപ്പിൻ്റെയും നേതൃത്വത്തിൽ വൈദികരും ശമാശന്മാരും അൽമായ സഹോദരങ്ങളും അടങ്ങുന്ന 7 ഇല്ലങ്ങളിൽ നിന്ന് 72 കുടുംബക്കാർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നു. അതൊരു സഭാ കൂട്ടായ്മയാണ്. പ്രേക്ഷിതപരമായി ഇവിടെ ഉണ്ടായിരുന്ന സഭയെ ശക്തിപ്പെടുത്താനായിട്ട് വന്നത്. പക്ഷേ അതൊരു ആത്മീയ നേതൃത്വം ശക്തമായിട്ട് ഒരു സഭാ കൂട്ടായ്മയായിട്ട് വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ പ്രത്യേകത ഇന്നും ഞങ്ങൾ നിലനിർത്താനായിട്ട് പരിശ്രമിക്കുന്നു. ഒരു തനിമ അത് ഞങ്ങൾ ആ ഒരു വിശ്വാസ കൂട്ടായ്മ സമുദായ പൈതൃകങ്ങളോടുകൂടി നിലനിർത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ഞങ്ങൾക്ക് ലഭിച്ച, ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും എന്ന രീതിയിലുള്ള ആ കൂട്ടായ്മ ബലപ്പെടുത്താനും നിലനിർത്താനും എന്നും എപ്പോഴും ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടേക്കൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ഉദാഹരണത്തിന് 1943 കാലഘട്ടങ്ങളിലാണ് ഇവിടേക്ക് മലബാറിലേക്കുള്ള ജ്ഞാനായക്കാരുടെ സംഘടിതമായ കുടിയേറ്റം നടത്തപ്പെടുന്നത്. അതും ഞങ്ങൾ കൊടുങ്ങല്ലൂരിലേക്ക് വന്നതുപോലെ തന്നെ 72 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു. അവിടെ അന്ന് ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ഗ്നായിത്തോമായുടെയും ഉറഹാമാർ യോസേപ്പിൻ്റെയും നേതൃത്വത്തിൽ വന്നതുപോലെ തന്നെ പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്തിൻ്റെയും ചുളമപ്പൻ പിതാവിൻ്റെയും ആശീർവാദത്തോടു കൂടിയാണ് മലബാറിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് രാജപുരത്തേക്ക് കുടിയേറ്റം നടത്തുന്നത്. അതേ തുടർന്ന് മടമ്പത്തേക്കുള്ള കുടിയേറ്റവും നടത്തപ്പെടുന്ന ആ വിധത്തിലാണ്. അൽമായർ ശക്തമായിട്ട് എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അതിന് മുന്നോട്ട് വരാനായിട്ട് അവർ ശ്രമം ഉണ്ടായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്നും എപ്പോഴും അഭിനന്ദ പിതാക്കന്മാരും ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മ എന്നും നിലനിർത്താനായിട്ട്, സജീവമായിട്ട് നിലനിർത്താൻ ലോകത്തിൽ എവിടെയായിരുന്നാലും ഞങ്ങൾ പരിശ്രമിക്കാം. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സജീവമായ ഇടപെടൽ ആ സമയത്തുണ്ട്. എനിക്കൊന്നൊരു അൽമായൻ്റെ നേതൃത്വത്തിൽ കോളേജ് തന്നെ ഈ മലബാറിൽ ജ്ഞാനായ സഭയുടേതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അത് ഈ കുടിയേറ്റത്തിന് നേതൃത്വം കൊടുത്ത പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്ത്, അദ്ദേഹം കർണാടകത്തിലെ മംഗലാപുരത്ത് സെൻറ്റ് അലോഷ്യസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആശയം ചുളമർ പിതാവിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. ഈ കുടിയേറ്റത്തെക്കുറിച്ച്, അതായത് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് വന്നാൽ ഇവിടെ കൃഷിഭൂമിയുണ്ട്, അപ്പോൾ അത് വാങ്ങാനുള്ള സൗകര്യമുണ്ട്, അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഇവിടെ വരാനിടയായി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് മടമ്പത്ത് ഒരു BEd കോളേജ് ആരംഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ
VJ ജോസഫ് കണ്ടോത്ത്, PKM പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്ത് എന്ന പേരിൽ അവിടെ ഒരു BEd കോളേജ് പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് അദ്ദേഹം ഈ മംഗലാപുരത്ത് അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകാതെ അദ്ദേഹം ഈ മടമ്പം ഭാഗത്തേക്കാണ് അദ്ദേഹം വന്നത്. അവിടെ കൊണ്ടേ കുടുംബങ്ങളുടെ സ്നേഹം അറിയാൻ, അവരുടെ വിശേഷം അറിയാൻ എല്ലാ ആഴ്ചയും അവിടെ കടന്നു ചെല്ലാറുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. അത് ശരിയാണ്. അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ വാരപ്പെട്ടിക്ക് പോകാതെ അദ്ദേഹം ഈ രാജപുരത്ത് ആ കുടിയേറ്റത്തിൽ വന്ന ആളുകൾ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും രോഗവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ ചേർന്ന് നിന്ന് സഹായിക്കാനും അവരുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ഉത്തേജനം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥിരമായി വീട്ടിൽ പോലും പോകാതെ നേരെ മംഗലാപുരത്തു നിന്ന് ഈ കുടിയേറ്റ മേഖലയിലേക്ക് അദ്ദേഹം വരുമായിരുന്നു. അങ്ങനെ ആളുകൾക്ക് പ്രതീക്ഷ കൊടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ആളുകൾ സഭ കൂട്ടത്തിലുണ്ട്, ഞങ്ങളെ കൊണ്ടുവന്നവർ കൂട്ടത്തിലുണ്ട് എന്നൊരു പ്രതീക്ഷ കൊടുത്തപ്പോഴാണ് പലരും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവർ പോലും ഇവിടെ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അന്ന് രോഗങ്ങൾ, ദുരിതങ്ങൾ, തിരിച്ചു പോകാനുള്ള കാരണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തീർച്ചയായും അവരെ ഇവിടെ തന്നെ നടക്കും. ഇന്ന് അത്ഭുതകരമായ വളർച്ചയാണ് ജ്ഞാനായ സഭയ്ക്ക്, ജ്ഞാനായ മക്കൾക്ക് മലബാറിലും അത്ഭുതകരമായ വളർച്ചയെന്നേ പറയാൻ കഴിയും. ഇപ്പോൾ ശ്രീപുരത്താണെങ്കിൽ തന്നെ നമുക്കൊരു സഹായമെത്ര എന്ന നിലയിൽ അങ്ങയുടെ സേവനം ഈ മേഖലയ്ക്ക് മുഴുവൻ ലഭിച്ചിരിക്കുന്നത് വലിയൊരു അനുഗ്രഹദായകമായ നിമിഷമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഇത്രയേറെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ വളരാൻ ജ്ഞാനായ സഭയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ, പരിപാലനം അങ്ങ് ജോർജ് എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. എന്നോട് ആദ്യം ജോർജ് ചോദിച്ചത് ഈ ദൈവാശ്രയ ബോധത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പരിശ്രമിക്കുക. ആ പരിശ്രമിക്കുമ്പോൾ പല പ്രതിസന്ധികളും നമുക്ക് ഒന്നുകിൽ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കുന്നു, ആ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാനും പറ്റുന്നു. അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മുടേതാണ്, എനിക്കിതെല്ലാം സാധിക്കും എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ പരാജയത്തിലേക്കാണ് പോകുന്നത്. മറിച്ച് എനിക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നു, ദൈവഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാനായിട്ട് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും എന്ത് ചെയ്താലും അങ്ങനെ ഒരു ചിന്ത വ്യക്തികളെ രൂപപ്പെടുത്തുക, ഒരു കൂട്ടായ്മ, അത് ഒരു സമൂഹവും ആ രീതിയിൽ രൂപപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രതിസന്ധികളെ ഇനി മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും പറ്റും. അതിപ്പം എല്ലാ തലങ്ങളിലും അങ്ങനെയാണല്ലോ. എല്ലാം നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് ചില കാര്യങ്ങൾ അംഗീകരിക്കണം, ചിലത് കരുത്തോടുകൂടി ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും, ചിലത് കൂട്ടായ്മയോടുകൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂല്യബോധത്തോടു കൂടി നമ്മൾ പോകാനായിട്ട് പരിശ്രമിക്കുക. ഇനി ഇതെല്ലാം ദൈവത്തിന് ദാനമായിട്ട് കാണാൻ പറ്റുക, ഇതുവഴിയായിട്ട് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാനും പറ്റും. നമ്മൾ മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അനേകം പേരെ നമുക്ക് പല വിധത്തിലായിട്ട് സഹായിക്കാനും പറ്റും. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. ആ വിധത്തിലും ജ്ഞാനായ സമുദായം എന്ന നിലയിൽ മലബാറിലേക്ക് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അനേകം പേർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട്, ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട്, ഈ നാടിൻ്റെ വളർച്ചയിലും ഒക്കെ പങ്കുചേരാനും ഞങ്ങൾക്ക് സാധിച്ചു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയൊക്കെ സേവനം ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് തീർച്ചയായും. പിതാവ് ഈ യാത്രയുടെ കാര്യം പറഞ്ഞു. പിതാവിൻ്റെ ഒരു 30 ദിവസത്തിൽ 20 ദിവസവും പിതാവ് ഒന്നുകിൽ ട്രെയിനിലാണ്, അല്ലെ ബസ്സിലാണ്, അല്ലെ ഫ്ലൈറ്റിലാണ്. യാത്രയുടെ ഒരു ആൾ തന്നെയാണ് അങ്ങ്. അത് ഈ ജ്ഞാനായ സഭയുടെ ചരിത്രം പറഞ്ഞു, യാത്രയിലൂടെ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങളിലൂടെ അല്ലെ കുടിയേറ്റങ്ങളിലൂടെ വളർന്നു എന്ന് പറഞ്ഞ പോലെ പിതാവ് എങ്ങനെയാണ് യാത്ര നേരങ്ങൾ എങ്ങനെയാണ് പിതാവ് ചെലവഴിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു. ബസ് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത് അന്ന് ഒരു ഗുളിക അവോമിൻ കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ യാത്രയിലുടനീളം. കാരണം 1 മണിക്കൂർ മുമ്പ് ചെറിയ യാത്രകൾക്ക് ചെറിയ യാത്ര 1 മണിക്കൂർ മുമ്പ് ഈ ഗുളിക കഴിക്കണം. അപ്പോൾ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണമാണ്, അപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബസ് യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു വൈദികനായി കഴിഞ്ഞിട്ടും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് തീരുന്നത്
ഞാൻ മെത്രാനാകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ യാത്രയിലുണ്ടായ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവായി വരുന്നത് അതാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിന് അനുഗുണമായ, അതിന് യോജിച്ച, ഇണങ്ങുന്ന കൃപ കൂടി ദൈവം നമുക്ക് തരും. അപ്പോൾ അതെനിക്ക് അതിജീവിക്കാൻ പറ്റി. പക്ഷേ യാത്രയിൽ എനിക്ക് ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒഴിവാക്കാവുന്ന ഒന്നല്ല യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകണം, കോട്ടയം തിരിച്ചു വരണം, പല മീറ്റിങ്ങുകൾ സംബന്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പല ഭാഗത്തേക്കുള്ള യാത്ര, അതെല്ലാം ഇതിൻ്റെ. അപ്പോൾ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പിതാവിന് യാത്ര വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് അങ്ങനെ എൻ്റെ ഇഷ്ടത്തേക്കാൾ കൂടുതൽ ഞാനിത് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ. എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതായത് യാത്രകൾ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനോട് ചേർന്ന് പോവുക, പരമാവധി യാത്രകളിലൂടെ എത്തിച്ചേരാൻ പറ്റുന്നിടത്ത് എത്തുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ നിർവഹിച്ചു കൊണ്ടേ പോവുക. ഭൂരിപക്ഷം ദിവസങ്ങളും സമയങ്ങളും ഒക്കെ പിതാവ് ട്രെയിനിലും ഒക്കെ യാത്രയിലാണ്. പിതാവെ, ദൈവം അത്ഭുതകരമായി കൈപിടിച്ച് നടത്തി, അല്ലെങ്കിൽ അത്ഭുതമായി രക്ഷപ്പെടുത്തി എന്ന് തോന്നുന്ന എന്തെങ്കിലും അനുഭവം യാത്രയിൽ ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് അടുത്ത കാലത്ത് 2 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വയനാട്ടിൽ ഒരു പ്രോഗ്രാമിന് പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് നല്ല മഴയുള്ള സമയത്ത് അവിടെ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പോയതാണ്. പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഓടിച്ചെന്ന് ഡ്രൈവർക്ക് എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സ്വല്പം ഉയർന്ന ഒരു കയറ്റത്തിലേക്കാണ് വണ്ടി പോയതും. അപ്പോൾ എതിർഭാഗത്തു നിന്ന് കൂടുതൽ വണ്ടി ഓടുന്ന ഒരു റൂട്ട് തന്നെയാണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി മറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ തിരിഞ്ഞ് മറിയുന്ന ഒരു അനുഭവമാണ് ഞാൻ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഡ്രൈവറുടെ കൺട്രോൾ പോയി. അപ്പോൾ നേരെ വണ്ടി അത് അങ്ങോട്ട് മറിഞ്ഞ്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വണ്ടി 2-3 വട്ടമെങ്കിലും മറിയും എന്നാണ് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ആ വണ്ടി നേരെ ഒരു സൈഡിലേക്ക് പോയി ഒരു പോസ്റ്റിൽ ഇടിച്ച് വണ്ടി അവിടെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഡ്രൈവർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ സംഭവിക്കാമായിരുന്നത്, ഒന്ന്, നമ്മളങ്ങനെ പോകുമ്പോൾ തിരിച്ച് മറ്റൊരു നേരെ ഓപ്പോസിറ്റായിട്ട് വണ്ടി ഫാസ്റ്റായിട്ട് വരാമായിരുന്നു, വന്നില്ല. ഇല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് മാറിക്കൊണ്ടിരുന്ന അവസരത്തിൽ ആളുകൾ വേണമെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്തോ അല്ലെങ്കിൽ ക്രോസ് ചെയ്തോ വന്നിരുന്നെങ്കിൽ ആളുകൾ അപകടത്തിൽപ്പെടുമായിരുന്നു. ഈ വണ്ടിക്ക് വേണമെങ്കിൽ മറിയാമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണോ എന്നതിനേക്കാൾ അപ്പുറത്ത് അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. വണ്ടിയിലുണ്ടായിരുന്ന ആർക്കൊന്നും സംഭവിച്ചില്ല, എനിക്ക് സംഭവിച്ചില്ല. വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം അതുകൊണ്ട് മറ്റു പലർക്കും അപകടം ഉണ്ടാകുമായിരുന്നെങ്കിൽ, ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ എനിക്കൊരു തീരാ ദുഃഖമായിട്ടത് മാറുമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അപകടങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മളെ കുറച്ചു കാലത്തേക്ക് കൂടി കുറേ കൂടി നന്മ ചെയ്യാനായിട്ട് ദൈവം ഒരു അവസരം തരുന്നു. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെടുന്നവരെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അവരോട് കുറച്ചുകൂടി കാരുണ്യത്തോടു കൂടി പെരുമാറണം, സ്നേഹിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം, ആർക്കും സംഭവിക്കാം എന്നുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇനിയും കൂടുതൽ നന്മ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തരുന്നു എന്ന് മാത്രമേ. നല്ല നല്ല യാത്രകൾ ചെയ്യാൻ പിതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. കൂടുതൽ യാത്ര, കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിയട്ടെ. പിതാവെ, നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം. പണ്ട് പിതാവ് ജ്ഞാനായ തോമൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് വന്നു, കൊടുങ്ങല്ലൂർ വന്നു. അതിനുശേഷം തിരുവിതാംകൂറിൽ വലിയൊരു ഗണമായി നമ്മൾ മാറി. പിന്നീട് മലബാറിലേക്ക് 1943 മലബാറിലേക്ക് നമ്മൾ വന്നു. മറ്റൊരു കുടിയേറ്റം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. അത് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം. പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാൽ അവർ ജോലി ചെയ്ത് സമ്പത്തുമായി അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഇവിടെ കുടുംബമായി ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആരും തന്നെ മടങ്ങി വരുന്നില്ല. അതും ഇപ്പോൾ പോകുന്ന കുട്ടികൾ അവർ +2 കഴിഞ്ഞ് അല്ലെ +2-ന് മുമ്പ് അവരങ്ങോട്ട് പോകുന്നു എന്നത് അവിടെ വലിയ ക്രൈസിസ്. ഇപ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങളിലും +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയാണ്, വലിയ വിഷമങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിതാവെ, ഇങ്ങനെ ഈ പോകുന്ന കുഞ്ഞുങ്ങളോട്, കുടുംബങ്ങളോട്, മാതാപിതാക്കളോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? ഇത് കുടിയേറ്റമെന്ന് പറയുന്നത് ഒരു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ, അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ആ കുടിയേറ്റം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള
കുറച്ചുകൂടി പഠിച്ച് ബൗദ്ധികമായിട്ടും അല്ലെങ്കിൽ മറ്റ് രീതിയിൽ നന്നായി പഠിച്ച് ജോലിയിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരാണ്. 1965 കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം അമേരിക്കയിലോട്ടുള്ള കുടിയേറ്റം നടന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം നടന്നു. അതെല്ലാം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പോയി, അല്ലെങ്കിൽ നേഴ്സുമാർ പോയി. ആ രീതിയിലാണ് കുടിയേറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കൊറോണ കാലത്തിന് ശേഷം നമ്മുടെ 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പോയി തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരാശങ്ക. ആ പോകുന്നതിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സാധ്യതയില്ല എന്ന വിചാരത്തോടു കൂടി പോകുന്നതിൽ അപാകതയുണ്ട്. 2, അവിടെയെല്ലാം ഭദ്രമാണെന്ന് വിചാരിക്കുന്നതിലും അപാകതയുണ്ട്. അതൊന്നും യാഥാർത്ഥ്യത്തോട് യോജിക്കുന്ന കാര്യങ്ങളല്ല. ഈ 2 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ആദ്യകാലത്ത് പോയവർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, പഠനത്തോടൊപ്പം ജോലി സാധ്യത അവിടെയുണ്ട്. അപ്പോൾ എടുക്കുന്ന ലോൺ, നേരത്തെ ബാങ്കുകാർ ഇത്രയും ലോൺ തരുമായിരുന്നില്ല, പ്രോത്സാഹനം കൊടുക്കുമായിരുന്നില്ല. നമ്മുടെ ആളുകൾക്ക് അതിനുള്ള സാധ്യതകൾ അറിയാൻ സാധ്യതയില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ലോകം അങ്ങനെ തുറന്നു കിടക്കുകയല്ലേ. സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലി സാധ്യതയുണ്ട്. പഠിക്കുന്നതോടൊപ്പം ജോലി ഉള്ളതുകൊണ്ട് അപ്പോൾ പഠനത്തിന് വരുന്ന ആ ഭാരിച്ച ചിലവ് ഈ ഭാഗികമായിട്ട് കിട്ടുന്ന തൊഴിലിലൂടെ അത് നികത്താൻ പറ്റുമെന്നൊരു വിചാരമുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ നടന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ കുടിയേറ്റം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അത്രയും ജോലി മണിക്കൂറുകൾ കിട്ടുന്നില്ല എന്നുള്ളതും, അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നു, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അവരുടെ വിസ നിയന്ത്രണങ്ങൾ, അവിടെ താമസിക്കാനുള്ള PR കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, വിസ കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ തൊഴിൽ സാധ്യത ഇല്ല എന്നുള്ള ഒരു ചിന്ത അറിയാതെ വരുന്നു. പിന്നെ വൈറ്റ് കോളർ ജോബ്, ഗവൺമെൻറ് ജോലികളാണ് നമ്മുടെ ജീവിതത്തിന് ഭദ്രമായിട്ടുള്ളത്. അങ്ങനെയുള്ള സാധ്യതയെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. നമുക്കറിയാം അനുഭവത്തിലൂടെ എത്രയോ പേര് ജോലി കണ്ടെത്തി സംരംഭകരായി നമ്മുടെ ഇടയിൽ വിജയിച്ചു വന്ന അനേകം പേരുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ, അങ്ങനെ ചിന്തിച്ചാൽ, ഈ നാട്ടിൽ നിന്നാലും സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചാലും പഠിച്ചാലും സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇവിടെ തൊഴിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ലോകം ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യതയുള്ള അനേക രാജ്യങ്ങളുണ്ട്, അവിടെ നമുക്ക് പോകാം. പക്ഷേ ഈ നാട്ടിൽ തൊഴിൽ സാധ്യത ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. സാധ്യതകൾ ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്തൊരു പ്രതിസന്ധി പിതാവ്, ഇവിടെ സിവിൽ സർവീസിലൂടെ കയറിപ്പറ്റേണ്ട കുട്ടികൾ, ഡോക്ടറാകേണ്ട കുട്ടികൾ, എൻജിനീയർ ആകേണ്ട കുട്ടികൾ, അങ്ങനെ ഉന്നത നിലയിൽ ഇവിടെ ജീവിക്കേണ്ട മിടുക്കരായിട്ടുള്ള കുട്ടികൾ കേവലം +2 കഴിഞ്ഞ് അവിടെ ചെറിയ ചെറിയ കോഴ്സുകളിൽ ചേർന്ന് അല്ലെങ്കിൽ നേഴ്സിങ്ങിന് പഠിച്ച് അവരുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അവർക്ക് ഉണ്ടാകേണ്ടിയിരുന്ന തൊഴിലവസരങ്ങൾ, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ്, അങ്ങനെ ഒട്ടനവധി മേഖലകൾ ഇവിടെ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ ഇത്രയും മിടുക്കരായ കുട്ടികൾ, മാതാപിതാക്കളും അവരെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നില്ല, മറിച്ച് വിദേശത്തേക്കുള്ള അവരുടെ പോക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാരണങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഒരു സുരക്ഷിതത്വ ബോധം ഇന്ന് ഇന്ത്യയിൽ നിന്നാൽ, കേരളത്തിൽ നിന്നാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല എന്നൊരു ചിന്ത അറിയാതെ വന്നു പോകുന്നു. ഇവിടെ എല്ലാം സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ, അത് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലുമൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പ്രോത്സാഹനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഈ യുവജനങ്ങളെ ഇവിടെ നിർത്താനുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ നിർത്തിയാൽ പോരാ, ഇവരുടെ കഴിവിനനുസരിച്ച് പഠിക്കാനും ഇവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലികൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കാനുമുള്ള അവസരങ്ങൾ, സാധ്യതകൾ സൃഷ്ടിച്ചു കൊടുക്കണം. അത് പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്, സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ ജോർജ് എന്നോട് വേണം ചോദിച്ചാൽ, നമ്മുടെ സംവിധാനങ്ങളിലൂടെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുക, പരിശീലനം കൊടുക്കുക. അല്ലാതെ ജോലി കൊടുക്കാൻ നമുക്ക് എളുപ്പമല്ല. നമുക്ക് ചെയ്യാവുന്നത് ഇവർക്ക് പരിശീലനം കൊടുക്കുക, അറിവുകൾ കൊടുക്കുക. ഏതായാലും ഇപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. മാതാപിതാക്കൾ സാവധാനം ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പുതിയ പുതിയ കോളേജ് തുടങ്ങാനായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വിദേശ സർവകലാശാലകൾ വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുന്നു. 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ വന്നിരിക്കുന്നു. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട
വിദ്യാഭ്യാസം കുറച്ചുകൂടി UG പ്രോഗ്രാമും PG പ്രോഗ്രാമും മാറ്റണമെന്ന് കരിക്കുളത്തിൽ മാറ്റം വരുത്തണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നീക്കങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകുന്നു. കുറച്ചുകൂടെ ഭാവിയിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും എന്നാണ് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഏകദേശം നമുക്ക് 9,000-ലധികം നേഴ്സിംഗ് സീറ്റുകളാണുള്ളത്. നമുക്ക് പിതാവിനും കൃത്യമായിട്ടറിയാം, നമ്മുടെ കേരളത്തിൽ 50,000-ഓളം കുട്ടികൾ നേഴ്സിങ്ങിന് പോകുന്നുണ്ട്. പക്ഷേ പുതിയതായി നേഴ്സിംഗ് കോളേജുകളൊന്നും ഇവിടെ അനുവദിക്കപ്പെടുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്കോ പോകുന്നു. ഇതും ഒരു പ്രതിസന്ധി തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നത്, കൃത്യസമയത്ത് ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അഡ്മിഷൻ പ്രോസസ്സ് അതേ സമയത്ത് തന്നെ കേരളത്തിൽ നടത്തിക്കൂടാ, അല്ലെങ്കിൽ നേരത്തെ നടത്തിക്കൂടാ? കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ പെൺകുട്ടികൾ പോകുന്നത് നേഴ്സിങ്ങിനാണല്ലോ. അപ്പോൾ ഇവിടെ അതിനുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യം ചെയ്താൽ ഇത് കുറച്ചൊക്കെ പരിഹരിക്കാം. രണ്ടാമത്തെ കാര്യം ജോർജ് സൂചിപ്പിച്ചതുപോലെ, ഒന്നുകിൽ പുതിയ കോളേജുകൾ അനുവദിക്കുക, ഉള്ളതിന് സീറ്റും സംവിധാനങ്ങളും കൂട്ടുക എന്നുള്ളതാണ്. ഈ പിതാവ് എൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച പോലെ തീർച്ചയായിട്ടും നമുക്കും സംരംഭകത്വം നമുക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഓരോ ഇടവകൾക്കും നമുക്ക് ഇഷ്ടം പോലെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, സ്ഥലങ്ങളുണ്ട്, പള്ളിമുറികളുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഓരോ ഇടവകയിലും നമ്മൾക്കുണ്ട്. നമുക്ക് ചെറിയ വനിതകളെ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കളെ കൂട്ടിച്ചേർത്തോ ഒക്കെ ഉള്ള സംരംഭങ്ങൾ ഒരു തൊഴിൽ ദാതാവും കൂടെ നമുക്കാകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൊള്ളു. തീർച്ചയായിട്ടും അത് ഒരു പരിധി വരെ അതിങ്ങനെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇനി പുതിയ തലമുറയുണ്ടല്ലോ, പുതിയ തലമുറയ്ക്ക് ഒരു വർക്ക് കൾച്ചർ, ജോലിയോടുള്ള ഒരു ആഭിമുഖ്യം, അത് ഏത് തൊഴിലാണെങ്കിലും, കാർഷിക മേഖലയാണെങ്കിലും വ്യാവസായിക മേഖലയാണെങ്കിലും, തൊഴിലിനെക്കുറിച്ചുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റ്, ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. കൃഷിയോടൊരു ആഭിമുഖ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുക. അതുകൊണ്ടാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് പറയുന്നത്. ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ചത് സംഘാതമായിട്ട് ഇനി ഒരു മുതിർന്ന തലമുറയുടെ ആ ജോലി സാധ്യതയും അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. ഞാനതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അടിസ്ഥാനപരമായി പുതിയൊരു കൾച്ചർ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് വീട്ടിൽ വെച്ച് തന്നെ കൊച്ചുകുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കൃഷിയിലേക്ക് അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചിരുന്നത്. നമ്മളൊക്കെ കുറച്ച് താല്പര്യമുണ്ടായിരുന്നു ഒരു കുടുംബ കൃഷിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കുക, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക, അതിന് മാർക്ക് കൊടുക്കുക. അതൊക്കെ തീർച്ചയായിട്ടും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ, അതായത് കൃഷിയിൽ ഇത്ര മണിക്കൂർ കൃഷിയിൽ ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയാൽ, പ്രവർത്തിച്ചാൽ അവർക്ക് അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ക്രൈസ്തവ സഭയ്ക്കാണ്. അതെ, ക്രൈസ്തവ സഭയ്ക്ക് തന്നെ അതിനൊരു മുൻകൈ എടുത്തുകൂടെ? കാരണം ഇവർ ചെറിയ ഇപ്പം നമ്മൾ സന്മാർഗപാഠമൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ അവരെ ജീവിക്കാൻ പര്യാപ്തമാകുന്ന ഒരു കരുത്തുറ്റ ഒരു ജനതയെ സൃഷ്ടിക്കാൻ നമുക്ക് തന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ആദ്യം. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ NCERTയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട്, അതായത് കുടുംബത്തിൽ പരിശീലനം കൊടുക്കുക, ഇടവക സംവിധാനത്തിൽ അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹനം കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, നല്ല കർഷകരെ ഇടവകയിൽ ആദരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ അതെല്ലാം കാണുമല്ലോ. സ്കൂളുകളിൽ നല്ല കർഷകരെ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പറയുക. നമ്മുടെ കോളേജുകളിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ യുവജനങ്ങളെ പങ്കുചേർക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു പുതിയ കൾച്ചർ രൂപപ്പെടുത്തുകയും അതുപോലെ ചില സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും നമ്മുടെ സോഷ്യൽ സർവീസ് സംവിധാനങ്ങളിലൂടെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള വഴികൾ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുക, ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.